ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഈ നമ്മൾ ആദ്യമേ തന്നെ പറയാം, ഈ ചാർട്ടിൽ നമുക്ക് എല്ലാ കളേഴ്സും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ്. മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്കിന്റെ നല്ലൊരു ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ് വരുന്നത്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ്, അതിലേക്ക് ഒരു വൈറ്റ് കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത്. ഇതുപോലെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്ക് പോകുന്നു. എന്നിട്ട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ദാമൻ പോർഷനിലേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആപ്ലിക് വർക്ക് പോലെയൊക്കെ തോന്നുന്ന ആ ഒരു കളർ, ആ ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ഇതുപോലെയാണ് വരുന്നത്. ദാമനിലേക്ക് ഹെവി ആയിട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നത്. 47-48 നമുക്ക് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട്. ഷോള് വരുന്നത് ഇതുപോലെ സെയിം മെറ്റീരിയൽ സെയിം കളറും എല്ലാമാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് വരുന്ന ബോർഡർ, നല്ലൊരു സ്കാലപ്പ് ഫിനിഷോട് കൂടിയിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന ബോർഡർ ആണ്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്ക് ഇതുപോലെ വരുന്നുണ്ട്. ഇതുപോലെ രണ്ട് സൈഡും സ്കാലപ്ഡ് ആണ് കേട്ടോ. 2.3 ആണ്. 2.4 വരെ നമുക്ക് ഷോളിന് ലെങ്ത് വരുന്നത്. നല്ല ലെങ്ത് ഷോളിനും വരുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻഡോൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഇതുപോലെ പ്രൈസ് വരുന്നത് 1155 ആണ്. നമുക്കിതിന്റെ ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ. കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ്. വർക്കിന്റെ പാറ്റേൺ എല്ലാം സെയിം ആണ് കേട്ടോ. നമ്മളിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ത്രെഡിന്റെ മാത്രം വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. വാഷിങ്ങിനൊന്നും പ്രശ്നമുള്ളതല്ല കേട്ടോ. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷോളാണ്. ഇങ്ങനെ അടുത്ത നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ കളർ ഷെയ്ഡിലേക്ക് കേട്ടോ. എല്ലാം സെയിം ആണ്, കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതുപോലെ ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ. ഷോള് വരുന്നത് ഇതുപോലെ. ഷോളാണെങ്കിൽ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് കിടന്നോളൂ കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും അത് നമുക്ക് നല്ലൊരു ഷേപ്പ് തരുന്ന മെറ്റീരിയൽ തന്നെയാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്കിഷ് പീച്ച് കളറിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലെല്ലാം ഫ്രണ്ട് പോർഷനിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. എല്ലാ കളേഴ്സും എല്ലാ ടോണുകാർക്കും മാച്ചായി പോകുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഫേസിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്ത നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. എല്ലാം സെയിം ആണ്. ദാമനിലേക്കാണ് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നത്. ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോൺ സാൻഡോൺ ഫാബ്രിക് ആണ് വരുന്നത്. ഇങ്ങനെ ഷോൾ വരുന്നത് ഇതുപോലെ. അടുത്ത കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ് തന്നെയാണ്. എല്ലാം സെയിം തന്നെയാണ്. എല്ലാ ഭംഗിയുള്ള ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ. നല്ല ഹെവി ആയിട്ടുള്ള ബോർഡറാണ് ഷോളിന് കൊടുക്കുന്നത്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിലേക്കും സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുകൾ കൊടുക്കുന്നുണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്. 1155 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നില്ല. സ്റ്റിച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും നമ്മൾ എടുക്കുന്ന ഐറ്റോ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്താൻ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനാണെങ്കിൽ ഓർഡർ എടുക്കുമ്പോൾ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. വിഷം വരെ തന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. സാരി ബ്ലൗസ് ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.